പാലക്കാട് വെള്ളിനേഴിയിൽ വാട്ടർ ടാങ്ക് തകർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയായ അമ്മയും കുഞ്ഞും മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശിനി ഷൈമാലി, മകൻ സാമിറാം എന്നിവരാണ് മരിച്ചത്. പശു വളർത്തൽ കേന്ദ്രത്തിലെ ജലസംഭരണി തകർന്നാണ് അപകടം. ഇവിടെ ജോലി ചെയ്യുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടം നടന്നത്. ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് ഉച്ചയ്ക്ക് 12:30 പാലക്കാട് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ ഈ നെല്ലിപ്പറ്റക്കുന്ന് എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ച് ഇത്രയും ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. നെല്ലിപ്പറ്റക്കുന്നിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പശു വളർത്തൽ കേന്ദ്രമാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ കാണുന്ന ഈ ഒരു ജലസംഭരണി ഇത് തകർന്ന് വീണാണ് ഇപ്പോൾ 2 മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരാണ്. ബംഗാൾ സ്വദേശികളാണെന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സൂചന. ഇപ്പോൾ ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതെങ്ങനെ ഈ അപകടം ഉണ്ടായത്? ആരാണത് ആദ്യം എപ്പോഴാണ് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഈ ഫാമിൻ്റെ ഉടമസ്ഥനും പിന്നെ ഈ കുട്ടിയുടെ അച്ഛനും ഇവിടെ ജോലി ചെയ്യുന്ന വസുദേവ പറയണ ഇതര സംസ്ഥാന തൊഴിലാളിയും കൂടി ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവരെ കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ ഈ ടാങ്ക് അങ്ങനെ 4 ഭാഗത്തേക്ക് മറിഞ്ഞു കിടക്കണു. നോക്കുമ്പോൾ കുട്ടി കുറച്ച് അപ്പുറത്ത് തെറിച്ച് കിടക്കണമെന്നാണ് പറഞ്ഞത്. അമ്മ അതിൻ്റെ ആ കല്ലിൻ്റെ അടിയിൽ. ഇവർ ജീവൻ എന്താ വിചാരിച്ചിട്ട് വേഗം ഇവരെല്ലാവരും കൂടി വന്ന എല്ലാവരെയും ആളുകളെ വിളിച്ചു കൂട്ടി കല്ലെടുത്ത് മാറ്റി നോക്കുമ്പോൾ അമ്മയ്ക്ക് ജീവൻ്റെ കുട്ടി മരിച്ചു പോയി. പേര് ഷാമിലി എന്നാണ് അമ്മയുടെ പേര്. സമീറാം എന്നാണ് മകൻ്റെ പേര്. ഇല്ല, ഇവരിവിടെ വന്നിട്ട് 6 മാസം, ഈ പ്രദേശത്ത് വന്നിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ടാങ്ക് വീണെന്ന് മനസ്സിലായിട്ടില്ല. അതിനുള്ള വെള്ളമൊന്നും അതിലില്ല. ഇന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടില്ല എന്നാണ് ഫാമിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. അപകടത്തിൽ മരിച്ചിട്ടുള്ളത് ബംഗാൾ സ്വദേശികളാണെന്ന രീതിയിലുള്ള വിവരമാണ് ഇപ്പോൾ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ പശു വളർത്തൽ കേന്ദ്രത്തിന് ചേർന്നിട്ടുള്ള ഒരു മുറിയിൽ തന്നെയാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. 12:30 മണിയോടുകൂടി ഈ ടാങ്കിന് സമീപത്ത് ജോലി എടുക്കുന്നതിനിടയിൽ ഈ ടാങ്കിൻ്റെ ഈ മതിൽക്കെട്ട് ഇവരുടെ മുകളിലേക്ക് മറിഞ്ഞു വീണാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഏതായാലും പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഈ അപകടത്തിൽ മരിച്ച 2 പേരുടെയും ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.